ഞാനിതിൽ പിക്കൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ആരുടെയും ഫോട്ടോസൊന്നും കൊടുക്കുന്നത് ഒന്നും എഴുതുന്നൊന്നുമില്ല. എനിക്കിത് പറയാനുള്ളത്, അപ്സര പോകുന്ന അവർ പ്രതീക്ഷിച്ചില്ല. അത് അവരുടെ ആ നിൽപ്പും ഭാവമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു പ്രതീക്ഷിച്ച കാര്യമേ അല്ല. ഒന്നെങ്കിൽ അഭിഷേക് പോകും, അല്ലെങ്കിൽ ജിൻഡോ പോകും, അങ്ങനെ ആരെങ്കിലുമൊക്കെ പോകുമെന്നാണ് അവർ കരുതിയത്. പക്ഷെ എന്താ സംഭവിച്ചത്? അങ്ങനൊരു കാര്യമാണ് അവിടെ ഉണ്ടായത്. അപ്സരയൊക്കെ നന്നായിട്ട് എന്താ പറയുക, കളിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇത് കളിയല്ലല്ലോ, ഇത് പുറത്തുള്ള ആൾക്കാരാണല്ലോ ഇവർക്ക് വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരാണ് അവർ നിലനിർത്തുന്നത്. അപ്പോൾ അങ്ങനെ വന്ന സ്ഥിതിക്ക് ഒരു പുറത്തായി. എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതലൊരു ദേഷ്യം തോന്നുന്നത് ജിൻഡോ, ജാസ്മിൻ ജിൻഡോയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ രോമമാണെന്ന് പറഞ്ഞത്. അതായത് എനിക്കിത് വെറും മുടിയാണെന്ന് പറയുമല്ലോ, അങ്ങനെ രോമത്തിലെങ്ങനെ ആ രീതി കാണിച്ചത്. അപ്പോൾ ഇത് ജാസ്മിൻ ചൂണ്ടിക്കാണിക്കും, ഉടനെ മോഹൻലാൽ ഇതിനെ കയറി പിടിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നത്. സിബിൻ്റെ കാര്യം ഏതാണ്ട് ഇതുപോലെയൊക്കെ. ജാസ്മിൻ അത് പറഞ്ഞ് അവിടെ വലിയ വിഷയമാക്കി എടുത്തു, ഇങ്ങനെ എടുത്ത് പൊരിക്കുകയൊക്കെ ചെയ്ത് അല്ലാത്ത രീതിയിൽ അങ്ങനെ സീനുകളായി മാറിയത്. ഇപ്പം ഇവിടെ അങ്ങേരെ അടിച്ചു, അല്ലെങ്കിൽ അങ്ങേരെ എന്താ പറയുക, ഭയങ്കരമായിട്ട് പൊട്ടാന്നും മണ്ടാന്നും എന്തൊക്കെ വിളിക്കും, എന്തൊക്കെ രീതിയിൽ അങ്ങനെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്, അടിക്കുക വരെ ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഒന്നും ഒരു അക്ഷരം മിണ്ടുകയോ ചോദിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ആളുടെ ഭാഗമായിട്ടാണ് ബിഗ് ബോസ് വെക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത് മോഹൻലാലിനെ. അതിനോടാണ് എനിക്ക് എതിർപ്പുള്ളത്. എല്ലാവരും ഒരുപോലെ കാണുന്നില്ല. ജാസ്മിൻ അവിടെ പ്രത്യേകമായിട്ടൊരു ഇതുണ്ട്. അത് ജാസ്മിനെ ഇവർ വിജയിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അൻസിബയും പോയെന്ന് പറയുന്നു, നാളത്തെ എപ്പിസോഡിൽ അൻസിബയും പോകും. അപ്പോൾ ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആൾക്കാരെല്ലാമാണ് പോകുന്നത്. അൻസിബ പോകുന്നു, അതുപോലെ അപ്സര പോകുന്നു. നമ്മൾ ഇവരാരെങ്കിലും ആയിരിക്കും ജയിക്കുക എന്ന് കരുതുമ്പോൾ അതല്ല സംഭവിക്കുന്നത്. ഇവിടെ ഇനി ആരാണ് നന്നായിട്ടുള്ളത്? ഒരു ജിൻഡോയും ജാസ്മിനും മാത്രമാണ് എന്താ പറയുക, എനിക്ക് തോന്നുന്ന ഒരു സാധ്യതയുള്ളത്. സായിയൊക്കെ ജയിക്കാൻ സാധ്യതയില്ല, സായിയൊക്കെ പുറത്താകും ചിലപ്പോൾ. സായിയൊക്കെ എല്ലാവരും പറഞ്ഞ് എന്താ പറയുക, ജയിക്കാൻ സാധ്യതയുള്ള, കപ്പ് കിട്ടാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല സായിക ഔട്ടാകും. പിന്നെ ഉള്ളത് സിജോയാണ്. സിജോയും ചിലപ്പോൾ കയറി വരായിരിക്കും. പക്ഷേ ഇത് ജാസ്മിന് തന്നെ കൊടുക്കാനുള്ളൊരു കളി പോലെയാണ് എനിക്ക് തോന്നുന്നത്. പുറത്ത് നടക്കുന്ന അല്ല കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കേൾക്കുന്നത് ഇത് ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ്. ജാസ്മിനുള്ള കപ്പാണ് ഈ പ്രാവശ്യം, അതിനുള്ള എല്ലാ സാധ്യതയും മണക്കുന്നു. അൻസിബയൊക്കെ പോയോണ്ടാണ് പറയുന്നത്. ജാസ്മിനെതിരെ സംസാരിക്കുന്ന ഇനി ആരാണുള്ളത്? അവിടെ ജാസ്മിനെതിരെ സംസാരിക്കാൻ ഇനി ആരാണുള്ളത്? ജാസ്മിനെതിരെ സംസാരിക്കുന്ന ആളുകളെല്ലാം ഇവർ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് എന്താ പറയുക, വല്ലാത്തൊരു വിഷമം തോന്നുന്നത്. ജാസ്മിനെ താങ്ങുകയാണ്, അല്ലെങ്കിൽ ജാസ്മിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ജാസ്മിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരെ എല്ലാം ഇവരിങ്ങനെ ഔട്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരിക്കലും ശരിയായൊരു കാര്യമല്ല. നമ്മുടെ 4ാം സീസണൊക്കെ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്ത് മനോഹരമായിരുന്നു അത്. റിയാസ് ഉണ്ടായിരുന്നു, അതുപോലെ ബ്ലെസ്സി ഉണ്ടായിരുന്നു, ബ്ലെസ്സി ഉണ്ടായിരുന്നു, ദിലിഷ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. എന്ത് മനോഹരമായിരുന്നു ആ ഒരു ഗെയിം. അല്ല അതിലാരും അങ്ങനെ ഇങ്ങനെയുള്ള ശക്തരായ ആൾക്കാരെ പുറത്താക്കിക്കൊണ്ടുള്ള ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു 4ാം സീസൺ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് അത്ര സുഖമൊന്നും തോന്നിയിട്ടില്ല. ബ്ലെസ്സി അല്ലെങ്കിൽ ദിൽഷ, ഇവർ രണ്ടുപേരും വന്നപ്പോഴും ദിൽഷ ജയിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിച്ചത്. അതങ്ങനെ സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ബ്ലെസ്സിക്ക് നല്ല വോട്ട് ആ സമയത്തുണ്ടായിരുന്നു.
സാധാരണ ഞാൻ ഈ ബിഗ് ബോസ് അങ്ങനെ കാണാറില്ല, കാണുമായിരുന്നു, കുത്തിയിരുന്ന് കാണുമായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള കളികൾ ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് കുറച്ച് കാലത്തേക്ക് പിന്നെ ഇത് കാണുന്നത് നിർത്തിയത്. പിന്നെ ഇത് മോഹൻലാലിൻ്റെ എപ്പിസോഡുകൾ കാണാറുണ്ട്. ഇതിൽ ആര് പുറത്താകും, ആ ഒരു പുറത്താകുന്ന ഗെയിം കാണാൻ വേണ്ടി കാണാറുണ്ട്. അങ്ങനെ വന്ന് അപ്പോൾ എനിക്ക് ഇതേക്കുറിച്ച് സംസാരിക്കണം തോന്നി. ശക്തരായ ആൾക്കാരെ ഇങ്ങനെ പുറത്താക്കി കളയുക, അൻസിബയൊക്കെ പോവുകയാണെങ്കിൽ അത് ഒട്ടും ശരിയല്ല. അത് ജാസ്മിന് വേണ്ടി കളയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് എനിക്ക് പറയാൻ തോന്നുന്നു. ടാറ്റ.